സംസാരിക്കാനുള്ള ഉപാധി മാത്രമാണ് ഭാഷ. പക്ഷേ ഭാഷ പഠിക്കുന്നത് വഴി നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിലോ? ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഏതൊരു ജോലിയിലായാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് അറിയുന്നത് വഴി കുറച്ചുകൂടി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസ് ലെവലും അതുവഴി ബൂസ്റ്റ് ചെയ്യും. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് നിങ്ങളുടെ ജീവിതത്തിലെ പങ്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾ പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനും ഇംഗ്ലീഷാണ്. പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഏറ്റവും ബേസിക്കായി വേണ്ടത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. തമിഴോ മലയാളമോ ഹിന്ദിയോ അറിയുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് അറിയുകയാണ്. പലപ്പോഴും ഇൻ്റർവ്യൂസിൽ പല ഉദ്യോഗാർത്ഥികൾക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫിക്കൽട്ടിയും ഇത് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ചോദ്യങ്ങൾ പലപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂവിൽ തിരിച്ച് മറുപടി പറയണം എന്നാലോചിച്ച് പലപ്പോഴും പലരും ആശങ്കയിലായിരിക്കും. ഇനി അടുത്തൊരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ, ജോലിയിൽ കയറി കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ മറ്റെല്ലാവരേക്കാളും ഇപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ഡിഗ്രിയും നിങ്ങളുടെ PGയും എല്ലാം മറ്റെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അവിടെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ഒരു പടി മുകളിലേക്ക് നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതൊക്കെ മാറ്റി നിർത്തി നിങ്ങളൊരു വീട്ടമ്മയാണെന്ന് വിചാരിക്കുക. ഇന്നത്തെ കാലത്തെ സ്കൂളുകളിൽ ഒരു ലോഡ് ഹോംവർക്കുമായിട്ടാണ് കുട്ടികളെ തിരിച്ച് വീട്ടിലോട്ട് വിടുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചെടുക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ഇന്നത്തെ അമ്മമാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കാണാറുണ്ട്. അപ്പോൾ അമ്മമാർക്കും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ്. വിദ്യാർത്ഥികൾക്കും വർക്ക് തേടുന്ന ആൾക്കാർക്കും വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ. അപ്പോൾ പലപ്പോഴും പാരൻസിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇന്ന് കേരളത്തിൽ വളരെയധികം കോമൺ ആണ്. റിട്ടയർമെൻറ്റ് ലൈഫ്, പുറം രാജ്യങ്ങൾ ഒന്ന് കറങ്ങാൻ പോകാനും അതേപോലെ തന്നെ പേരക്കുട്ടികളുടെ കൂടെ ചിലവഴിക്കാനും പോകുന്ന പെൻഷനേഴ്സിൻ്റെ എണ്ണവും ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിലും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്. കാരണം വേറൊന്നുമല്ല, പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. പുറം രാജ്യങ്ങളിൽ വളർന്നു വന്ന കൊച്ചുമക്കളോട് സംസാരിക്കാൻ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. കൊച്ചുമക്കളോട് സംസാരിക്കാനും ബേസിക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോളേജ് വളരെയധികം അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഈ പറഞ്ഞതിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇനിയും ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്. കുറേ ഗ്രാമർ പഠിക്കുക എന്നുള്ളതിനേക്കാളും വളരെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ചാറ്റ് റൂംസും അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ അയച്ച് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എഡ്യൂസ്വിൻ നിങ്ങൾക്ക് ഒരുക്കുന്നത്. എഡ്യൂസ്വിന്നിൻ്റെ ക്ലാസ്സുകളുടെ ടൈമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. ബിക്കോസ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള രീതിയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈമിങ്ങും. അപ്പോൾ തീർച്ചയായും എഡ്യൂസ്വിൻ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൻ്റെ പോരായ്മ കൊണ്ട് ജോലി നഷ്ടപ്പെടേണ്ട ഒരു ആവശ്യകത ഇനി ഉണ്ടാവില്ല. Thank you for watching the video. Do follow Eduswin and join our classes soon.